أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നൂർ, പ്രകാശം, ഈ പേരിലുള്ള ഈ സൂറത്തിൻ്റെ 13, 14, 15 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാഅ فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ലൗല ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ, എന്തുകൊണ്ടാണ് അവർ 4 സാക്ഷികളെ കൊണ്ടുവരാതിരുന്നത്? ഇതിൻ്റെ പേരിൽ, ഈ കാര്യത്തിന് അവരെന്തുകൊണ്ടാണ് 4 സാക്ഷികളെ കൊണ്ടുവരാതിരുന്നത്? ഫൈദലം യഹ്തു ബിശുഹദായി, അവർ സാക്ഷികളെ കൊണ്ടുവരാത്തതുകൊണ്ട് ഫൗലായി ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, അവർ തന്നെയാണ് അള്ളാഹുവിങ്കിൽ കള്ള സംസാരക്കാർ, കള്ളവാദികൾ, വ്യാജവാദികൾ. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവരുടെ മേലില്ലായിരുന്നുവെങ്കിൽ, ഫിദ്ദുനിയ വല്ലാഖിറ, ഈ ലോകത്തും പരലോകത്തും, ലമസ്സക്കും, അവരെ ബാധിക്കുമായിരുന്നു, ഫീമാ അഫൽത്തും ഫിഹി, അവർ സംസാരത്തിലേർപ്പെട്ടത് കൊണ്ട്, ഈ കാര്യത്തിൽ അവർ സംസാരത്തിലേർപ്പെട്ടത് കൊണ്ട്, അദാബുൻ അളീം, ഭയങ്കരമായ ശിക്ഷ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, ഇഹലോകത്തും പരലോകത്തും അവരെ ഭയങ്കരമായ ശിക്ഷ ബാധിക്കുമായിരുന്നു. ഫീമാ അഫൽത്തും ഫീഹി, അവർ ഈ കാര്യം സംസാരിച്ച് നടന്നതിനാൽ. ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അത് ഏറ്റെടുത്ത സന്ദർഭം. നിങ്ങൾ ആ വാർത്ത നിങ്ങൾ നാവ് കൊണ്ട് ഏറ്റെടുത്തു. വതഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങളത് പറഞ്ഞു നടക്കുകയും ചെയ്തു. മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യത്തിൽ, നിങ്ങൾക്കൊരു വിവരവുമില്ല, ഒരാധികാരികതയും ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടതുകൊണ്ട്. വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾ വിചാരിക്കുന്നത് അത് എളുപ്പമാണ്, നിസ്സാരമാണ് എന്നാണ്. എന്നാൽ വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ മുസ്ലിംകളിൽപ്പെട്ട ആളുകളും ബഹുദൈവ വിശ്വാസികളിൽ ചിലരും മുനാഫിക്കിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളും ഒക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു കഥയായിരുന്നു ആയിഷ റളിയല്ലാഹുവിൻ്റെ പേരിലുണ്ടായ ആ
ഇല്ലാത്ത കഥ. ആയിഷ ബീവി യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സഹാബിയുടെ കൂടെ നിന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഒരാളെ അവിടെ ആക്കും. അത്തവണ ആ ആക്കിയ ആൾ ആയിഷ ബീവിയാണ് കിട്ടിയത്. അവർ പുറത്തു പോയപ്പോൾ അവിടെ നിന്ന് പോയതായിരുന്നു. ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ചീത്ത സംസാരം നടത്തുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടിയൊക്കെ കുറേ ആൾക്കാർ കേൾക്കാനുണ്ടാവും. അള്ളാഹു ചോദിക്കുന്നത് ലൗലാ ജാവു അലൈഹി ബി അർബഅത്തി ശുഹദാ, എന്തുകൊണ്ടാണ് അവർ 4 സാക്ഷികളെ ഇതിൻ്റെ മേൽ ഹാജരാക്കാത്തത്? ഇത് ഉള്ളതാണ് എന്നാണ് അവർ പറയുന്നതെങ്കിൽ 4 സാക്ഷികൾ അവർക്ക് കിട്ടുമല്ലോ, അവർക്ക് കൊണ്ടുവരാമല്ലോ. കണ്ട 4 സാക്ഷികളെ കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത്? വൈദ്യം യൗത്തു വിശുവതായി, സാക്ഷികളെ കൊണ്ടുവരാത്തത് കൊണ്ട് ഫൗലായിക്ക ഹുമ്പിൽ ഫൗലായിക്ക ഇന്ദല്ലാഹി ഹുമ്പിൽ കാദിബ്, അള്ളാഹിൻ്റെ അടുക്കൽ അവർ കള്ളവാദികളാണ്, വ്യാജവാദികളാണ്. അവർ സത്യമല്ലാത്ത കാര്യമാണ്. ഇനി സത്യമാണ് എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കള്ളവാദികളാണ്. കാരണം കള്ളവാദികളുടെ പേരാണ്, അത്തരത്തിലുള്ള ആളുകളുടെ വിധിയാണ് അള്ളാഹുവിൽ ഇതിനുള്ളത്. മതിയായ സാക്ഷിയില്ല എന്ന് വിചാരിച്ചാൽ കള്ളൻ്റെ സ്ഥാനത്തായിരിക്കും, കളവിൻ്റെ സ്ഥാനത്തായിരിക്കും ഇത് കാണുക. അല്ലെങ്കിൽ 4 സാക്ഷികളെ കൊണ്ടുവരും. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്ന പോലെ ഉലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും, ലമസ്സക്കും ഫീമ അഫൽത്തും ഫീ, നിങ്ങൾ പറഞ്ഞു പരത്തിയ ഈ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഫീമ അഫൽത്തും ഫിഹി, നിങ്ങൾ സംസാരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംസാരത്തിൽ ഏർപ്പെട്ട ഈ വിഷയത്തിൻ്റെ പേരിൽ അദാബുൻ അളീം, ഭയങ്കരമായ ശിക്ഷ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം മതിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള നല്ലവരായ ആൾക്കാരാണ്, സത്യവിശ്വാസികളെ ആൾക്കാരാണ്. എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ അവരും പറഞ്ഞു. അതിൻ്റെ ദൂഷ്യഫലം എന്താണെന്നുള്ളതിനെ പറ്റി പോലും ആലോചിക്കാതെ പറയണം. അപ്പോൾ അതുകൊണ്ട് അത് അള്ളാഹു വളരെ വലുതായി കാണുകയാണ്. ഒന്നുകൂടി അള്ളാഹു പറയുന്നു, ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും. ആ പറഞ്ഞ രീതി തന്നെ നോക്കിയാൽ മതി. ആ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തത് നാവ് കൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലാണ്, ഹൃദയത്തിലാണ് ആക്കുന്നത്. അതിന് പകരം ഇവിടെ ഉപയോഗിച്ചത് നാവ് കൊണ്ട് ഏറ്റെടുക്കുന്നു. നാവാണ് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് വായാണത് കൊട്ടിപ്പാടുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ആന്തരാവയവുമായി ഒരു ബന്ധവുമില്ല. അതിൻ്റെ നിജസ്ഥിതി ആരും അന്വേഷിക്കുന്നില്ല. ഉള്ളതാണോ, യുക്തിക്ക് നിരക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒന്നും നോക്കാൻ തയ്യാറാകുന്നില്ല. ആരെപ്പറ്റിയാണ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, വിശ്വാസികളെ സംബന്ധിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്. അവരെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും പ്രവാചകന് ശേഷം, അദ്ദേഹം മരിച്ചു പോയതിന് ശേഷം അവരെ വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അവരുടെ ഉമ്മമാരാണിത്. അവരുടെ മാതാക്കളുടെ ആ അവസ്ഥയിലേക്കാണ് ഇവരെത്തുക. അങ്ങനത്തെ മാതാക്കളെ സംബന്ധിച്ചിട്ടാണ് ഒന്നും ആലോചിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ഔദാര്യവാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ശിക്ഷ ഇല്ല എന്ന് മാത്രം. ഇതിലേർപ്പെട്ട എല്ലാവർക്കും ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച ആൾക്കാർക്ക് മാത്രമാണ്, മുനാഫിക്കളുടെ നേതാവിനും മറ്റുമാണ് ശിക്ഷ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് ഇത് തലക്കൗനബി അൽസിനത്തിക്കുമ്പോൾ തക്കൂനബി അഫ്വായിക്കും, നിങ്ങൾ വലിയ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കേണ്ട ഈ കാര്യം നിങ്ങൾ ഏറ്റെടുത്തത് നാവ് കൊണ്ടും പറയുന്നത് വായി കൊണ്ടും. മാലൈസലക്കും ബിഹിയും, നിങ്ങൾക്കതിനെപ്പറ്റി ഒരു ധാരണയുമില്ല, ശരിയായ ഒരു എലുമ്പുമില്ല, ഒരറിവുമില്ല നിങ്ങൾക്ക്. എന്താണ് ഇവിടെ സംഭവിച്ചതിനെ പറ്റി ഒന്നും നിങ്ങളുടെ പക്കലില്ല. എന്നിട്ട് അങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ച് നിങ്ങളെ ചിന്ത തഹ്സബുനഹു ഹയ്യിനൻ, അത് എളുപ്പമാണ്, നിസ്സാരമാണ്, അതിനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ. നമ്മൾ ആലോചിക്കണം, ഒരാളെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള ആ വ്യഭിചാര ആരോപണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ നാട്ടിലിറങ്ങി ജീവിക്കാൻ കഴിയുമോ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? സമൂഹ മധ്യത്തിൽ അവരെന്താണ് ആവുക? അതൊന്നും ഇത് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുകയില്ല.
മറ്റൊരാളുടെ മാനവും മര്യാദയും ഇതോടുകൂടി നഷ്ടപ്പെടുകയാണെന്നുള്ളതൊന്നും ആരും ചിന്തിക്കില്ല. ഇന്നത്തെ കാലത്തിൽ കുറേ കൂടി പ്രസക്തി ഇതിനുണ്ട്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ സജീവമായതുകൊണ്ട് ആർക്കെങ്കിലും ആരെ പേരിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുത്താൻ സാധിക്കും. അതിന് പിന്നാലെ പോകുന്ന ആൾക്കാർ കുറവായിരിക്കും. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഷെയർ ചെയ്ത് ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ കൊടുത്ത് പോവാം. നമ്മൾ മനസ്സിലാക്കുന്നത് ഹയ്യനാണ്, എളുപ്പമാണെന്നാണ്, നിസ്സാരമാണ്, അത്ര പ്രശ്നമൊന്നും ആവില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഭയങ്കരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതി കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യം. കാരണം വ്യഭിചാരം നടത്തിയ ആൾക്ക് 100 അടിയും വ്യഭിചാരം നടത്താത്ത ആളെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പറഞ്ഞ ആൾക്ക് 80 അടിയാണല്ലോ. ആ 20 അടീൻ്റെ വ്യത്യാസം കണ്ടാൽ മതിയല്ലോ. ഇവിടെയും അതുപോലെ തന്നെ അയാൾ ഒരു നിലക്കും വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെട്ട ആളായിട്ട് ഗണിക്കാതെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. വഹുവ ഇൻദല്ലാഹി അലീം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വലുതാണ് എന്നുകൂടി അള്ളാഹു പറഞ്ഞു നോക്കും. ഈ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരം ചെയ്തികളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങി അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും സഹകരിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.